മഴ തോരും മുൻപേടെ വരാനിരിക്കുന്ന ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ബാലചന്ദ്രൻ്റെ നീണ്ടുനിന്ന ഹോസ്പിറ്റൽ വാസത്തിന് ശേഷം ബാലചന്ദ്രൻ ഡിസ്ചാർജായി തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ്. ഡോക്ടർ അലീനയോട് കുറച്ച് നിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട്. ബാലചന്ദ്രനെ ഇനി ഒരിക്കലും ടെൻഷൻ അടിപ്പിക്കാനോ BP-യിൽ വേരിയേഷൻ വരുത്താനോ ഒന്നും പാടില്ലെന്നും ഇനിയൊരു കാർഡിയാക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ജീവൻ അത് വളരെ ആപത്താണെന്നും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്. അലീന അതേ ടെൻഷനിൽ തന്നെയാണ്. കാരണം തൻ്റെ അച്ഛൻ്റെ ഒപ്പം താൻ ഒരിക്കലും നിൽക്കാനുള്ള തയ്യാറെടുപ്പിലല്ല വന്നിരിക്കുന്നത്. അതിനൊരിക്കലും അലീനയ്ക്ക് കഴിയത്തുമില്ല. ബാലചന്ദ്രൻ അലീനയോട് പറഞ്ഞിരിക്കുന്നതും അങ്ങനെ തന്നെയാണ്. ഡിസ്ചാർജായ ഉടനെ തന്നെ മനു നിന്നെ അവിടെ കൊണ്ടുപോയി ആക്കുമെന്ന്. എന്നാൽ അലീന ബാലചന്ദ്രനോട് പറയുന്നുണ്ട്, മനുവേട്ടനൊപ്പം ഞാൻ പോകുന്നില്ല അച്ഛാ, ഞാൻ ഒറ്റയ്ക്ക് തന്നെ പോയിക്കോളാം. മനുവേട്ടനൊപ്പം അവിടെ ചെന്ന് കഴിഞ്ഞാൽ പപ്പയ്ക്ക് അത് ഇഷ്ടപ്പെടത്തില്ലെന്ന്. അപ്പോഴാണ് ബാലചന്ദ്രന് മറ്റൊരു കാര്യം ഓർമ്മ വരുന്നത്. അലീനയുടെയും മനുവിൻ്റെയും വിവാഹകാര്യം ശിവനെ കൊണ്ട് സ്റ്റാൻലിയോട് സംസാരിപ്പിക്കണമെന്ന നിർദ്ദേശം ബാലചന്ദ്രൻ വെച്ച് കഴിഞ്ഞപ്പോൾ അതിനൊരു തടയിടുന്ന പോലെയായിരുന്നു അലീന തങ്ങളോട് പറഞ്ഞത്. നിങ്ങളാരും ഉദ്ദേശിക്കുന്നത് പോലെയല്ല അവിടുത്തെ ജീവിത സാഹചര്യങ്ങളെന്ന്. അതെന്താണ് എന്ന് ആ സമയത്ത് ബാലചന്ദ്രനും മനുവും ചോദിക്കുമ്പോൾ അലീന പറഞ്ഞത്, അച്ഛൻ്റെ അസുഖങ്ങളെല്ലാം മാറി അച്ഛൻ ഓക്കെ ആയി എന്ന് മനസ്സിലാകുന്ന സമയത്ത് അച്ഛന് ഞാനതെല്ലാം പറഞ്ഞ് മനസ്സിലാക്കി തരാമെന്ന്. ഇതേ സമയത്താണ് ബാലചന്ദ്രൻ അലീനയോട് ചോദിക്കുന്നത്, അന്ന് നീ എന്തായിരുന്നു അലീന ഞങ്ങളിൽ നിന്നും ആ മറച്ചു വെച്ച സത്യം? നീ അത് പിന്നീട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് പിന്നീട് നീ ഒന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടതുമില്ല. ഇപ്പോൾ എന്തായാലും നീ അതിനെക്കുറിച്ച് പറഞ്ഞേ കഴിയൂ എന്ന് പറയുകയാണ്. അപ്പോഴാണ് അലീന അച്ഛനോട് പറയുന്നത്, അച്ഛാ, നിങ്ങൾ ഉദ്ദേശിക്കുന്നത് പോലെ ഞാൻ അവിടെ ചെന്ന് കയറി ഒരു 5-6 മാസം കഴിയുമ്പോഴേക്കും ഒരു വിവാഹാലോചനയുമായി വരാനുള്ള സാഹചര്യം ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല. ഞാനും പപ്പയും തമ്മിൽ അടുപ്പത്തിലായി വരുന്നതേ ഉള്ളൂ. രണ്ടാമത്തെ കാര്യം, പപ്പയോട് ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ കാര്യങ്ങൾ തന്നെ പറഞ്ഞ് മനസ്സിലാക്കാനിരിക്കുന്നു. മനുവേട്ടനെയും കൊല്ലപ്പള്ളിക്കാരെയും ഒരിക്കലും പപ്പയ്ക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതിൻ്റെ സാഹചര്യമൊക്കെ അച്ഛനെ അറിയാവുന്നതാണ്. ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യങ്ങളാണല്ലോ അലീന. നീ പറഞ്ഞത് നിങ്ങൾക്കറിയാത്തതായിട്ടുള്ള കാര്യങ്ങളുണ്ടെന്നാണ്. അതാണ് ഇനി നീ ഞങ്ങളോട് പറയേണ്ടതെന്ന് പറയുമ്പോൾ അലീന പറയാണ്, അച്ഛാ, ഞാൻ അത് തന്നെയാണ് പറഞ്ഞു വരുന്നത്. അന്ന് അച്ഛൻ ഓർമ്മയില്ലേ, അച്ഛനും ഞാനും ആ വീട്ടിലേക്ക് ആദ്യമായി എത്തിയ ദിവസം അച്ഛനോട് ഞാൻ ആ വീട്ടിൽ മറ്റാരുമില്ലേ എന്ന് ചോദിച്ചപ്പോൾ അച്ഛൻ അതിനെക്കുറിച്ച് അറിയില്ലെന്നും എന്നാൽ സ്റ്റാൻലി വിവാഹിതനാണ് എന്നുള്ളതാണ് എൻ്റെ അറിവെന്നും അച്ഛൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. പിന്നീട് ആ സംശയം തീർത്തും അറിയാൻ വേണ്ടി തന്നെ അച്ഛൻ പപ്പയോട് കാര്യം തിരക്കി. അന്ന് പപ്പ നമ്മളോട് പറഞ്ഞത്, ഇപ്പോൾ പപ്പ താമസിക്കുന്ന വീട് അതൊരു ഗസ്റ്റ് ഹൗസ് ആണെന്നും അഞ്ചലിലുള്ള വീട്ടിലാണ് ഭാര്യയും മക്കളും താമസമെന്നും. എന്നാൽ പിന്നീട് അച്ഛനോ ഞാനോ അതിനെക്കുറിച്ച് പപ്പയോട് ചോദിക്കുകയോ അറിയുകയോ ഒന്നും ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല. പിന്നീട് ഞാനായിട്ട് ഓരോ കാര്യങ്ങൾ, അതായത് ഞങ്ങളുടെ റാണി ആൻറ്റിയുടെ കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് റാണി ആൻറ്റിനെ കുഞ്ഞിനെ കണ്ടെത്താനുള്ള ശ്രമം നടത്തുന്നതിനിടയ്ക്കാണ് റാണി ആൻറ്റിയെ തിരിച്ചു കൊണ്ടുപോകണമെന്ന വാശിയുമായിട്ട് വല്യപ്പച്ചനും പപ്പയും തമ്മിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ അവിടെ ഉണ്ടായി. എനിക്കും പപ്പയ്ക്കും ഒരു വലിയ ദൂരയാത്രയുള്ളത് കൊണ്ട് തന്നെ ആൻറ്റിയെ അവിടെ തനിച്ചാക്കാനുള്ള തീരുമാനവും എടുക്കേണ്ടി വന്നു. പക്ഷേ എന്നാൽ എറണാകുളത്ത് നിന്നും ജിജോ ചേട്ടൻ്റെ പപ്പയും മമ്മിയും ഉണ്ടല്ലോ, നമ്മുടെ ഗ്രേസമ്മ ആൻറ്റിയും മാമച്ചനങ്ങളൊക്കെ വന്നപ്പോൾ അതിന് കൊണ്ടുപോയിക്കോട്ടെ എന്ന് ചോദിച്ചു. പപ്പയ്ക്ക് അതിൽ താല്പര്യം ഉണ്ടായിരുന്നു. പക്ഷെ ഞാനാണ് പപ്പയെ വിലക്കിയത്. വേറൊന്നും കൊണ്ടല്ല അച്ഛാ, ഇപ്പോൾ തന്നെ വല്യപ്പച്ചനും പപ്പയും തമ്മിൽ ചെറിയൊരു പ്രശ്നത്തിലാണ്. ഇപ്പോൾ വല്യപ്പച്ചൻ്റെ അനുവാദമില്ലാതെ പപ്പ ആൻറ്റിയെ അവർക്കൊപ്പം എറണാകുളത്തേക്ക് അയച്ചു കഴിഞ്ഞാൽ അത് വീണ്ടും വലിയ പ്രശ്നമായി മാറും. അതുകൊണ്ടാണ് ഞാനത് പപ്പയിൽ നിന്നും തടസ്സപ്പെടുത്തിയത്. എന്നാൽ വല്യപ്പച്ചനോടുള്ള വാശി തീരാത്തത് കൊണ്ട് തന്നെ പപ്പയ്ക്ക് ഒരു കാര്യത്തിൽ വല്ലാത്ത ഉറച്ച തീരുമാനത്തിൽ തന്നെയായിരുന്നു. എന്നാൽ ഇനി റാണി ആൻറ്റിയെയും കുഞ്ഞിനെയും ഒരുമിച്ച് മാത്രമേ കൊട്ടാരമറ്റത്തേക്ക് എത്തിക്കുകയുള്ളൂ എന്ന തീരുമാനം. അപ്പോഴാണ് അച്ഛാ ഞാൻ പപ്പയോട് ചോദിച്ചത്, പപ്പയുടെ ഭാര്യയെയും മക്കളെയും അഞ്ചലിൽ നിന്നും ഇവിടേക്ക് താമസം മാറ്റിയാൽ നമുക്ക് റാണി ആൻറ്റിയെ അവർക്കൊപ്പം നിർത്തിയിട്ട് നമുക്ക് പോകാമല്ലോ എന്ന്. ആദ്യം പപ്പ ഒന്നും എന്നോട് പറഞ്ഞില്ല.
ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് ഒഴിവ് ചെയ്ത് മാറാനാണ് ശ്രമിച്ചത്. പക്ഷെ പിന്നീട് എൻ്റെ ചോദ്യങ്ങൾക്ക് നിർബന്ധിതനായിട്ട് പപ്പയ്ക്കത് പറയേണ്ടി വന്നു. അവർ തമ്മിൽ അങ്ങനെ സ്നേഹത്തോടു കൂടിയൊന്നുമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത് പോലെ തോട്ടത്തിൻ്റെയും ബിസിനസ്സിൻ്റെയും കാര്യങ്ങളൊക്കെ നീക്കുപോക്ക് നടത്താനൊന്നുമല്ല ഗസ്റ്റ് ഹൗസിലേക്ക് മാറി താമസിക്കുന്നത്. അവർ തമ്മിൽ ഒരുപാട് നാളുകളായിട്ട് വഴക്കിട്ട് പിരിഞ്ഞു നിൽക്കുകയാണ്. പപ്പ അവർക്കുള്ള ചെലവിനുള്ള പൈസയൊക്കെ മാത്രമേ അയച്ചു കൊടുക്കുന്നുള്ളൂ. പപ്പയും കുട്ടികളും തമ്മിൽ നേരിട്ടൊന്ന് കാണാറ് പോലും ഇല്ലെന്നാണ് അച്ഛാ ഞാൻ അറിയാൻ കഴിഞ്ഞത്. അങ്ങനെ വെറുതെ വിട്ടാൽ പറ്റത്തില്ലല്ലോ. അവരെ തിരിച്ചാ വീട്ടിലേക്ക് കൊണ്ടുവരണ്ടേ? എനിക്ക് മാത്രം അവകാശപ്പെട്ടൊരു വീടൊന്നുമല്ലല്ലോ അത്. ഇപ്പോൾ ഞാൻ വന്ന കഥ കൂടി അറിഞ്ഞ കഴിഞ്ഞ സ്ഥിതിക്ക് അവിടെ വലിയൊരു ഭൂകമ്പം തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. അല്ല, നീ വന്നതറിഞ്ഞിട്ട് അവിടെ നിന്ന് ആരെങ്കിലും വന്നിരുന്നോ നിന്നെ കാണാനെങ്ങാനും? ഏയ്, വന്നൊന്നുമില്ല. വല്യപ്പച്ചൻ പറയുന്നുണ്ടായിരുന്നു. എൽസമ്മ എന്നാണ് നമ്മുടെ പപ്പയുടെ വൈഫിൻ്റെ പേര്. പുള്ളിക്കാരിക്ക് ഒരു സഹോദരി ഉണ്ടത്രേ. എല്ലാത്തിൻ്റെയും നീക്കുപോക്കുകളൊക്കെ നടത്തുന്നത് ആ പറഞ്ഞ സഹോദരിയാണെന്ന്. പിന്നെ ഇവിടെ പപ്പയിൽ നിന്നും എൽസമ്മ എന്ന് പറയുന്ന പപ്പയുടെ വൈഫിനെ തെറ്റിച്ച് അവിടെ കൊണ്ട് നിർത്തിയതിൻ്റെയും ഒന്നാമത്തെ കാരണക്കാരി ഈ പറയുന്ന സഹോദരിയാണെന്നൊക്കെയാണ് വല്യപ്പച്ചൻ പറയുന്നത്. അതിലൊക്കെ എത്രമാത്രം സത്യമുണ്ടെന്നൊന്നും അറിയത്തില്ല അച്ഛാ. കാരണം നമ്മളാരും ഈ പറയുന്ന ആളെ കണ്ടിട്ടില്ല. ബാലചന്ദ്രനപ്പോൾ അലീനയെ നോക്കി ചിരിച്ചുകൊണ്ട് പറയാണ്, നിനക്കപ്പോൾ എവിടെ ചെന്നാലും ഓരോ പ്രശ്നങ്ങൾ തീർക്കലൊക്കെ തന്നെയാണ് പണി അല്ലേ അലീന? അത് ഒരു പ്രശ്നങ്ങളല്ലല്ലോ അച്ഛാ. നമ്മുടെ വീട്ടിൽ, അതായത് നമ്മൾ താമസിക്കുന്ന വീട് എവിടെയാണോ അതായിരിക്കണമല്ലോ നമ്മൾ ചിന്തിക്കുന്ന വീട്. ആ വീടിൻ്റെ സ്വസ്ഥതയും സമാധാനവും കൊണ്ടുവരേണ്ടതും അത് ഇല്ലാതാക്കാൻ ശ്രമിക്കേണ്ടതൊക്കെ നമ്മൾ തന്നെയാണ്. ഞാനും അത്രയൊക്കെ തന്നെ ശ്രമിക്കുന്നുള്ളൂ. പിന്നെ റാണി ആൻറ്റിയുടെ കാര്യത്തിൽ ഞാൻ ചെന്നതോടുകൂടി പുള്ളിക്കാരിയുടെ കുഞ്ഞിനെ തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷ വളരെ വലുതാവുകയായിരുന്നു. എന്നെ കണ്ടതോടുകൂടി വല്യപ്പച്ചൻ പറയുന്നത് സത്യം തന്നെയാണ്. ഞാൻ ചെല്ലുന്നതും അല്ലെങ്കിൽ എന്നെ കണ്ടപ്പോഴും ഒക്കെ റാണി ആൻറ്റിക്ക് സ്വയം ഒരു ആത്മവിശ്വാസം കൂടുന്നതായിട്ട് ആളുടെ പെരുമാറ്റത്തിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. എന്തായാലും അതിനും ഒരു വഴി കണ്ടെത്തുക തന്നെ ചെയ്യണമെന്ന് അലീന പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ പറയുകയാണ്, നീ അപ്പോൾ തീരുമാനം ഉറപ്പിച്ചിരിക്കുകയാണോ? എന്താണ് അച്ഛൻ എന്താ ഉദ്ദേശിച്ചത്? അല്ല, നീ ഇന്ന് ഇവിടെ നിന്നും മടങ്ങി പോകുന്നു എന്നുള്ളത്? അതെന്തായാലും ഉറപ്പിച്ച് തന്നെയാണ് നിൽക്കുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനിവിടെ നിന്നും ഇറങ്ങും. ബബിത കോളേജിൽ നിന്നും വന്ന് കഴിയുമ്പോൾ ബബിതയെ പറഞ്ഞേൽപ്പിക്കാനായിട്ട് കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ അതുകൂടാതെ മനുവേട്ടൻ പറയുന്നുണ്ടായിരുന്നു കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ കുടുംബനാഥ ഇവിടെ എത്തുമെന്ന്. എന്നെ കാണാതിരിക്കുന്നതല്ലേ അച്ഛാ നല്ലതെന്ന്. ഇത് കേൾക്കുന്ന മനു പറയുന്നുണ്ട്, അതെ അതെ, കാണാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്തായാലും ഞാൻ നിന്നെ കൊണ്ടുപോയി ബസ് സ്റ്റോപ്പിലാക്കി തരാം. നീ അവിടേക്ക് ബസ് കയറി തന്നെ പോയാൽ മതി. ഇനി എന്നെക്കൊണ്ട് ഒരു ബുദ്ധിമുട്ട് നിനക്ക് വരുത്തേണ്ടല്ലോ എന്ന് മനുവും അലീനയോട് പറയുന്നുണ്ട്. അലീന മനുവിനോടായി പറയുന്നുണ്ട്, മനുവേട്ടൻ കുറച്ച് സമയം എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അച്ഛൻ്റെ കുറച്ച് കാര്യങ്ങൾ ഇവിടെ ക്ലിയർ ആക്കിയൊക്കെ വെക്കാനുണ്ടെന്ന്. അലീന അപ്പുറത്തേക്ക് പോയ സമയത്ത് ബാലചന്ദ്രൻ മനുവിനോടായി ചോദിക്കുന്നുണ്ട്, മനു, എന്താ ഇപ്പോൾ നമ്മൾ ചെയ്യുക? എന്ത് ചെയ്യാനാങ്കിളെ? അവളുടെ വഴിക്ക് വിടുന്നത് തന്നെയാണ് നല്ലത്. നമ്മളവളെ പിടിച്ചു വെച്ചത് കൊണ്ടൊന്നും ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അവൾ ചെയ്യണമെന്ന് തോന്നുന്ന കാര്യങ്ങളൊക്കെ ചെയ്തു തീർത്താൽ മാത്രമേ അവൾക്ക് സമാധാനമായിട്ട് ഇരിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ബാലചന്ദ്രൻ മനുവിനോട് പറയാണ്, അതിന് അവളുടെ തലയിൽ വരുന്ന ഉത്തരവാദിത്തങ്ങളൊന്നും തന്നെ തീരുന്നില്ലല്ലോ മനു. അവൾ ഓരോന്നോരോന്നായിട്ട് ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയല്ലേന്ന്. അപ്പോൾ മനു പറയാണ്, അവൾ എപ്പോഴും പറയുന്നത് അങ്കിൾ കേട്ടിട്ടില്ലേ? അവളെ ആവശ്യമുള്ളിടത്തേക്കാണ് അവളെ വിശ്വസിക്കുന്ന അവളുടെ കർത്താവ് അവളെ എത്തിക്കുന്നതെന്ന്. അപ്പോൾ അവിടുത്തെ കർമ്മങ്ങളും കൃത്യങ്ങളും അവൾ തന്നെ ചെയ്തു തീർക്കണം പോലും. അങ്ങനെയുള്ള അവളോട് നമ്മൾ എന്ത് പറയാനാണ് അങ്കിളെ എന്ന് മനു പറയുകയാണ്. ഇതേ സമയത്ത് തന്നെ മനുവിനോടായിട്ട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, എന്തായാലും പോവാൻ നിൽക്കല്ലേ അവൾ. ഇനി വൈജയന്തി വന്ന് വായെ തോന്നിയതൊക്കെ വിളിച്ച് പറഞ്ഞ് അവൾക്കൊരു മനോവിഷമം ഉണ്ടാക്കുന്നതിന് മുമ്പ് തന്നെ അവളോട് ഇവിടെ നിന്ന് ഇറങ്ങാൻ പറയണം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഞാനും
വൈജയും തമ്മിൽ എന്തെങ്കിലും കശപിശ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മനു പറയുകയാണ്, ഇല്ല, അതിനൊരിട അവളും വെക്കത്തില്ലല്ലോ. എന്തായാലും ബബിത വരാൻ വേണ്ടിയിട്ടാണ് അവൾ വെയിറ്റ് ചെയ്യുന്നത്. ഞാൻ എന്തായാലും ഒന്ന് ബബിതയെ വിളിച്ച് നോക്കട്ടെ എന്ന് മനു പറഞ്ഞുകൊണ്ട് ബാലചന്ദ്രൻ്റെ മുറിയിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. ഉടനെ തന്നെ മനു തൻ്റെ ഫോൺ എടുത്ത് ബബിതയെ വിളിക്കുന്നുണ്ട്. ബബിതയെ വിളിക്കുമ്പോൾ ബബിത പറയുകയാണ്, മനുവേട്ടാ, ഞാനൊരു 10 മിനിറ്റിനുള്ളിൽ വരും. ചേച്ചിയോട് ഇന്നത്തെ ദിവസം വീട്ടിൽ നിൽക്കാൻ പറഞ്ഞൂടെ ഞങ്ങൾക്കൊപ്പം എന്ന്. മനു ബബിതയോട് ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയാണ്. ഇനിയൊരിക്കലും ബാലചന്ദ്രനൊരു മനോവിഷമം ഉണ്ടാക്കരുതെന്നും ഇനിയൊരു കാർഡിയാക് അറസ്റ്റ് വന്നാൽ ഒരുപക്ഷെ നമുക്ക് ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ട് വരാൻ കഴിഞ്ഞെന്ന് വരില്ല എന്നൊക്കെ. അപ്പോൾ ബബിത പറയാണ്, ചേച്ചി അവിടെ നിൽക്കുന്നതും അച്ഛന് ഇനിയും അങ്ങനെ സംഭവിക്കുമെന്നും മനുവേട്ടൻ പറയുന്നതിൻ്റെ കാരണം എനിക്ക് മനസ്സിലായില്ല എന്ന്. അപ്പോൾ ബബിതയോട് മനു ചോദിക്കുന്നുണ്ട്, അല്ല നീ പൊട്ടിയാണോടി, ഞാൻ ഇത്രയും പറഞ്ഞിട്ട് മനസ്സിലാവാതിരിക്കാൻ എന്ന് പറഞ്ഞ് അവളെ കളിയാക്കുകയാണ്. മനു എന്നിട്ട് വിശദമായിട്ട് എന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഈ സമയത്ത് നമ്മുടെ വൈജയന്തി മേഡം ഇവിടേക്ക് വരാനുള്ള സാധ്യത കൂടുതലാണെന്നല്ല, അവിടെ നിന്ന് പോരാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ എടുക്കുന്നുണ്ട് പുള്ളിക്കാരി. ഇവിടെ വന്ന് അലീനയുമായിട്ട് എന്തെങ്കിലും കശപിശയുണ്ടായാൽ അലീനയുടെ ഭാഗം നിന്ന് എന്തായാലും അങ്കിള് സംസാരിക്കുമല്ലോ. അങ്കിള് സംസാരിക്കുമ്പോൾ വൈജാൻറ്റിക്ക് ഒരു ചിന്തയുമില്ല അങ്കിള് ഹോസ്പിറ്റലിൽ നിന്നും തിരിച്ചു വന്ന ഒരാളാണെന്നും ഇത്രയും ദിവസം ICUവിലായിരുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ ആൻറ്റി വായ തോന്നിയ വർത്തമാനങ്ങളൊക്കെ പറയും. അത് പിന്നെ വലിയ വിഷയമായി മാറുകയും ചെയ്യും. അപ്പോൾ അതിനൊക്കെ നമുക്ക് നിൽക്കണോ? അച്ഛൻ്റെ മെൻ്റൽ ഹെൽത്തും ബോഡി ഹെൽത്തും ഒക്കെ തന്നെയല്ലേ ബബിതയെ നമുക്ക് വലുതെന്ന്. അപ്പോൾ ബബിത പറയാണ്, നമ്മളെക്കാളും ആ കാര്യത്തിൽ ചേച്ചി വല്ലാതെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടാവും. അതെ, അതുകൊണ്ടാണ് പറഞ്ഞത് നീ വന്നിട്ടേ പോകുന്നുള്ളൂ എന്ന്. അല്ലാതെ ഇപ്പോൾ അവൾക്ക് അച്ഛൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞേൽപ്പിക്കാൻ ഇവിടെ വേറെ ആരും ഇല്ലല്ലോ ഞാനല്ലാതെ എന്നുകൂടി മനു പറയുന്നുണ്ട്. അപ്പോൾ ബബിത പറയുകയാണ്, ഞാനിപ്പോൾ എത്തും മനുവേട്ടാ, ചേച്ചിയോടൊന്ന് പറഞ്ഞേക്കുന്നു. അങ്ങനെ ബബിതയുടെ കോള് കട്ട് ചെയ്തുകൊണ്ട് തന്നെ മനു അലീനയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. അലീന കിച്ചണിൽ എന്തൊക്കെയോ റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. മനു ചെന്നിട്ട് അലീനയോട് ചോദിക്കുന്നുണ്ട്, അല്ല ഇനി ഈ കിച്ചണിലെ ഡ്യൂട്ടി കഴിഞ്ഞിട്ടേ മാഡം ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നുള്ളൂ എന്ന്. ഏയ്, ഞാനൊന്നും ചെയ്യുന്നില്ല മനുവേട്ടാ. എന്തായാലും അമ്മ ഇവിടേക്ക് തന്നെയല്ലേ വരുന്നത്. എന്താണെന്ന് വെച്ചാൽ അമ്മ തന്നെ ചെയ്തോളും. പിന്നെ നീ എന്താ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നേ? ഞാൻ നമുക്കുള്ള ഒരേ കോഫി ഇടുകയായിരുന്നു. നമുക്കൊരേ കോഫി കുടിച്ച് തന്നെ പിരിയാലോ എന്ന് അലീന ചിരിച്ചുകൊണ്ട് പറയുമ്പോൾ മനു ചോദിക്കുന്നുണ്ട്, നീ ഓക്കെ അല്ലേ അലീന? അവിടെ നിൻ്റെ പപ്പ നിന്നോട് നല്ല സ്നേഹത്തിൽ തന്നെയല്ലേ എന്ന്. അലീന അപ്പോൾ മനുവിനെ ഒന്ന് തറപ്പിച്ച് നോക്കിക്കൊണ്ട് പറയുകയാണ്, മനുവേട്ടനോട് ഞാൻ പറഞ്ഞതല്ലേ, മനുവേട്ടനൊക്കെ വിചാരിക്കുന്ന പോലെ എനിക്കവിടെ വിഷമങ്ങളൊന്നുമില്ലെന്നും ഞാനവിടെ ഹാപ്പിയാണെന്നും. മനുവേട്ടന് എന്താ എൻ്റെ വാക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ലേ? മനുവേട്ടനോട് ഞാൻ അവിടെ ചെന്ന ആ ദിവസം മനുവേട്ടനെ വിളിച്ച് പറഞ്ഞത് ഓർമ്മയില്ലേ? എനിക്ക് വല്ലാത്ത ടെൻഷൻ ആവുന്നുണ്ട്, ഞാനിവിടെ എന്താണ് എടുക്കേണ്ടതെന്നും എന്താണ് എടുക്കാൻ പാടില്ലാത്തതെന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലെന്നൊക്കെ. പക്ഷേ ഇപ്പോൾ എനിക്ക് ആ ടെൻഷനൊന്നുമില്ല. ഞാൻ എന്താണ് എടുക്കാൻ പാടില്ലാത്തതെന്നും ഞാൻ എന്തൊക്കെയാണ് എടുക്കാൻ പാടുള്ളതെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ അവിടെ ഓക്കെയാണ് മനുവേട്ടാ, നിങ്ങളാരും ടെൻഷൻ അടിക്കണ്ടെന്ന് അലീന വളരെ കൂളായി തന്നെ പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് അലീനയോട് മനു ചോദിക്കുന്നുണ്ട്, നീ വളരെ ആലോചിച്ചിട്ട് തന്നെയാണോ ആ അഞ്ചലിലുള്ള അദ്ദേഹത്തിൻ്റെ ഭാര്യ വീട്ടിലേക്ക് പോകണമെന്ന് പറയുന്നത്? കാരണം അവരൊക്കെ നിന്നോട് എങ്ങനെയാണ് പ്രതികരിക്കാമെന്ന് നിനക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ. എന്തായാലും അലീന, ഇവിടെ ബാലചന്ദ്രൻ അങ്കിളിനെ പോലെ ആവില്ല അവിടെയുള്ള എൽസമ്മ. അത് നീ അറിഞ്ഞ് തന്നെ വേണം പോകാൻ. നീ ആ കയറി ചെല്ലുന്ന ചെല്ലലിൽ തന്നെ നിൻ്റെ കാല് വെട്ടി വീഴ്ത്താനുള്ള ശ്രമമായിരിക്കും അവിടെയുള്ളവരെ നടത്താൻ പോകുന്നത്. പിന്നെ ഇവിടെ ബബിതയും കൃഷ്ണമോളും രോഹിത്തൊക്കെ സ്നേഹിക്കുന്നത് പോലെ തന്നെ ആയിരിക്കും അവിടെയുള്ള കുട്ടികളും സ്നേഹിക്കാമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? ഞാനെല്ലാം കരുതിയിട്ട് തന്നെയല്ലേ മനുവേട്ട പോകുന്നത്. അവിടെയുള്ള ആൻറ്റി എന്നെ എങ്ങനെയായിരിക്കും കാണുക എന്നും ആ ആൻറ്റി ആ കുട്ടികളോട് എന്നെക്കുറിച്ച് എന്തായിരിക്കും പറഞ്ഞ് പഠിപ്പിച്ച് ഉണ്ടാവുക എന്നൊക്കെ ഞാൻ ചിന്തിച്ച് വെച്ചിട്ട് തന്നെയാണ് പോകുന്നത്. പിന്നെ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്, വല്യപ്പച്ചനെ കൂട്ടുപിടിച്ചിട്ടുണ്ട് പോവാനായിട്ട്. അപ്പോൾ വല്യപ്പച്ചൻ എന്തായാലും എൻ്റെ കൂടെ ഉണ്ടല്ലോ, ആ സന്തോഷത്തിൽ തന്നെയാണ് ഞാനും. ഇവിടെ
അച്ഛൻ്റെ അടുത്ത് വരുന്ന ആ ദിവസമാണ് ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തിക്കൊണ്ടിരുന്നത്. അതേ സമയത്താണല്ലോ മനുവേട്ടൻ വരുന്നത്. മനുവേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ അന്നത്തെ ദിവസം രാവിലെ തന്നെ ഞങ്ങൾ അഞ്ചലിലേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എനിക്കങ്ങനെ ഒരുപാട് പ്രതീക്ഷകളൊന്നുമില്ല എന്നെ അവർ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നൊക്കെ. അങ്ങനെ ചിന്തിക്കാൻ മാത്രം മണ്ടിയല്ലല്ലോ മനുവേട്ടാ ഞാൻ. നിങ്ങളൊക്കെ ഈ അലീനയെ ഇത്ര മനസ്സിലാക്കിയെന്ന് പറഞ്ഞിട്ടും നിങ്ങളൊക്കെ എന്തിനാ ഇത്ര ടെൻഷൻ അടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അലീന, നിനക്കതെന്താ മനസ്സിലാവാത്തത്? ഇവിടെ ഈ വീട്ടിൽ വന്നപ്പോൾ നിൻ്റെ സ്വന്തം അമ്മയായ വൈജയന്തി നിന്നെ കൊല്ലാൻ ശ്രമിച്ചു, നിന്നെ കൊല്ലിക്കാൻ ശ്രമിച്ചു. സഹോദരിയാണെന്നറിയാതെ തന്നെ ആയിരിക്കാം. എങ്കിലും അവനിൽ നിന്നും, രോഹിത്തിൽ നിന്നും, ഹരിയിൽ നിന്നൊക്കെ നിനക്ക് മോശമായ രീതിയിലുള്ള എന്താ അതിനെ പറയാന്ന് പോലും എനിക്കറിയില്ല. കാരണം ഇനിയും അതൊക്കെ പറഞ്ഞ് നിന്നെ വിഷമിപ്പിക്കണമെന്ന് കരുതിയിട്ടല്ല. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് അവരൊക്കെ നിന്നെ എങ്ങനെയായിരിക്കും സ്വീകരിക്കാമെന്ന്. അപ്പോൾ അലീന പറയുകയാണ്, മനുവേട്ട, ഇതിൽ രണ്ടിലും രണ്ട് അർത്ഥങ്ങളുണ്ട്. അർത്ഥമെന്നല്ല, എന്താ പറയുക, അറിവും അറിവില്ലായ്മയും ഉണ്ട്. കാരണം രോഹിത്തിന് ഞാൻ ആരാണെന്ന് അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ഒരിക്കലും അവൻ എന്നോട് അങ്ങനെ ഒരു പ്രവൃത്തിയിൽ ചെയ്യാനായിട്ട് അവൻ്റെ മനസ്സ് അനുവദിക്കില്ലായിരുന്നു. അവൻ്റെ അമ്മയുടെ അതേ മകൾ തന്നെയാണ് ഞാനെന്നറിയുമ്പോൾ അവൻ എങ്ങനെയാണ് ആ കണ്ണുകൊണ്ട് എന്നെ കാണാൻ ശ്രമിക്കുക? ഇതിപ്പോൾ ആ വീട്ടിൽ ഞാൻ ചെന്ന് കയറിയപ്പോൾ അവിടെയുള്ള വ്യത്യാസം അതാണ്. ഞാൻ ചെന്ന് കയറിയ ആ നിമിഷം മുതൽ അദ്ദേഹം വരുന്നവരോടും പോകുന്നവരോടും ഒക്കെ പറയുന്നത് അദ്ദേഹത്തിന് വിവാഹത്തിന് മുമ്പുണ്ടായൊരു ബന്ധത്തിലെ ഒരു മകളാണ്. അദ്ദേഹം അത് ഇത്രയും കാലം അറിഞ്ഞിരുന്നില്ല. 24 വർഷങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം അങ്ങനെ ഒരു മകളെ കാണുന്നതും അറിവുണ്ടായതെന്നൊക്കെയുള്ള സത്യങ്ങൾ പറയുന്നുണ്ട്. ഇപ്പോൾ ഇതേ സത്യങ്ങൾ തന്നെ അദ്ദേഹത്തിൻ്റെ തറവാട്ടിലും അറിയാം. അതേപോലെ തന്നെ ഭാര്യ വീട്ടിലും എല്ലാവരും അറിഞ്ഞു കാണും. എന്തായാലും 5-6 മാസത്തോളമായല്ലോ ഞാൻ ആ വീട്ടിൽ എത്തിപ്പെട്ടിട്ട്. അതുകൊണ്ട് എനിക്ക് ഉറപ്പാണല്ലോ, ഞാൻ പുറത്തുനിന്ന് വന്നൊരു പെൺകുട്ടിയല്ലല്ലോ അവരെ സംബന്ധിച്ചിടത്തോളം. അവരുടെ അമ്മയുടെ വയറ്റിൽ ഞാൻ പ്രസവിച്ചില്ല, അവരുടെ ഒപ്പം അവരുടെ അമ്മയുടെ വയറ്റിലുണ്ടായില്ല എന്നുള്ളത് മാത്രമാണ്. അവരുടെ അതേ പപ്പ തന്നെയാണ് എൻ്റെ പപ്പയും. അപ്പോൾ എങ്ങനെ വന്നാലും അവരുടെ സഹോദരി തന്നെയാണല്ലോ ഞാൻ. അപ്പോൾ പിന്നെ കൊല്ലാൻ ശ്രമിക്കുന്നത് ഒരു പക്ഷേ വൈജയന്തി ആയിരിക്കില്ല, അവിടുത്തെ എൽസമ്മ. എന്തായാലും കണ്ടറിയാം. പിന്നെ എന്തായാലും മനുവേട്ടാ, വെട്ടിയിട്ടാലും മുറി കൂടുന്നതിനുമാണ് ഈ അലീന എന്നുള്ള കാര്യത്തിൽ മനുവേട്ടനും എൻ്റെ അച്ഛനും ഒരു സംശയവും വേണ്ട. അലീന മുറി കൂടി ഇവിടെ തന്നെ തിരിച്ചെത്തും കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് അലീന സെർവ് ചെയ്ത ആ ചായ ഗ്ലാസ് മനുവിൻ്റെ നേരെ നീട്ടാണ്. മനു അതെ എന്നുള്ള അർത്ഥത്തിൽ തലയാട്ടിക്കൊണ്ട് അവളുടെ കയ്യിൽ നിന്നും ആ ചായ ഗ്ലാസ് വാങ്ങുന്നുണ്ട്. മറ്റൊരു ടീക്കപ്പുമായിട്ട് അലീന ബാലചന്ദ്രൻ്റെ മുറിയിലേക്കാണ് ചെല്ലുന്നത്. ഇതേ സമയമാണ് ബബിത കയറി വരുന്നത്. ബബിത ഓടി വന്ന് അലീനയെ കെട്ടിപ്പിടിക്കുമ്പോൾ അലീനയുടെ കയ്യിലുണ്ടായ മറ്റൊരു ടീക്കപ്പ് അവൾക്ക് നേരെ നീട്ടുന്നുണ്ട്. ബബിത തൻ്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് ആ സോഫയിൽ വെച്ചിട്ട് അലീനയിൽ നിന്നും ആ കോഫി വാങ്ങുകയാണ്. അവൾ അത് കുടിച്ചുകൊണ്ട് തന്നെ അവർ 3 പേരും കൂടി ബാലചന്ദ്രൻ്റെ മുറിയിലേക്ക് എത്തുന്നുണ്ട്. ബാലചന്ദ്രൻ ബബിതയോട് ചോദിക്കുന്നുണ്ട്, ഓ നീ എത്തിയോ? നീ എത്താൻ വേണ്ടി ദേ ഇവിടെ ഒരാൾ കാത്തിരിക്കുകയാണ് ബാഗ് കൊടുത്ത് ഇവിടെ നിന്ന് ഇറങ്ങാമെന്ന്. അപ്പോൾ ബബിതയ്ക്ക് മനു പറഞ്ഞുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ബബിത പറയുകയാണ്, അത് കുഴപ്പമില്ല അച്ഛാ, ചേച്ചി പൊയ്ക്കോട്ടെ. വെറുതെ ഇനിയും ഒരു സീൻ നമ്മളായിട്ട് ക്രിയേറ്റ് ചെയ്യണ്ടല്ലോ. ഇവിടെയുള്ള ആളുടെ സ്വഭാവത്തിൽ പഴയതിനേക്കാളും മോശപ്പെട്ടു വരികയാണെന്ന് നമുക്കല്ലേ അറിയത്തുള്ളൂ എന്ന് പറയുമ്പോൾ ബബിത അലീനയെ നോക്കുന്നുണ്ട്. അലീന പറയുന്നുണ്ട്, അതൊക്കെ ശരിയാവും, നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാമെന്ന്. ബബിത അപ്പോൾ അലീനയോട് പറയുന്നുണ്ട്, കാത്തിരിക്കാനും കാണാനൊന്നും എനിക്ക് വയ്യ ചേച്ചി, എന്തോരെന്ന് വെച്ചിട്ടാ ഫൈറ്റ് ചെയ്ത് നിൽക്കുക. കൃഷ്ണമോൾ എന്നോട് എപ്പോഴും പറയും, ചേച്ചി ഒന്നും പറയണ്ട, തിരിച്ച് അമ്മ എന്തെങ്കിലും പറഞ്ഞിട്ട് അങ്ങ് പോയിക്കോട്ടെ എന്ന്. കൃഷ്ണമോളുടെ പോലെ ചെവി ഇങ്ങനെ അടച്ചു വെച്ചിരിക്കാൻ എന്നെക്കൊണ്ട് സാധിക്കാത്തത് കൊണ്ട് തന്നെ അമ്മ 1 പറഞ്ഞാൽ 2 പറയുന്ന സ്വഭാവമായി മാറി എൻ്റേതെന്ന്. അതുകൊണ്ട് ഈ തല്ലും വഴക്കും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് രോഹിത് ഏട്ടൻ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട പോലെ ഞാനും പോവുകയാണ്.
അച്ഛനോട് അതിനെക്കുറിച്ച് ഞാൻ സംസാരിച്ച് വെച്ചിട്ടുണ്ട്. ചേച്ചിയോട് ഒരു ദിവസം വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ ഹോസ്റ്റലിലേക്ക് മാറുകയാണെന്ന്. മോളെ, നീയും ഹോസ്റ്റലിലേക്ക് മാറുമ്പോൾ കൃഷ്ണമോള് തനിച്ചാവില്ലേ? നീ ഇവിടെ ഉള്ളപ്പോൾ അവൾക്കൊരു സമാധാനമായിരുന്നില്ലേ? നീയും കൂടി അങ്ങ് പോയി കഴിഞ്ഞാൽ അവളാകെ ഒറ്റപ്പെട്ടതുപോലെ ആയിപ്പോയില്ലേ മോളെ? നിനക്കിപ്പോൾ അങ്ങനെ പോകണമെന്നുണ്ടോ? അതിപ്പോൾ ചേച്ചി, അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യുക? പഠിക്കണ കാര്യത്തിലൊന്നും ഒരു കോൺസെൻട്രേഷനൊന്നും കിട്ടുന്നില്ല. നമുക്ക് കൃഷ്ണമോളുടെ കാര്യത്തിലും അങ്ങനെ ഒരു തീരുമാനമെടുക്കാം. അതെങ്ങനെയാ ബബിതേ? അച്ഛൻ ഇവിടെ ഒറ്റയ്ക്കാവില്ലേ? നീ എന്തൊക്കെയാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ചേച്ചി, അച്ഛൻ ഓക്കെയാണ്. ചേച്ചി ഇങ്ങനെ പറയുമ്പോൾ ഞങ്ങൾക്കൊരു സമാധാനം ഇല്ലാണ്ടാവും. ചേച്ചി അപ്പോൾ രോഹിത്തേട്ടൻ പോകണമെന്ന് പറഞ്ഞപ്പോൾ ചേച്ചി ഒന്നും പറഞ്ഞില്ലല്ലോ. ഞങ്ങളുടെ കാര്യത്തിൽ എന്തിനാ ചേച്ചി മുടക്ക് പറയുന്നത്? എടി, ഞാൻ നിങ്ങളുടെ ആരുടെയും കാര്യത്തിൽ മുടക്ക് പറയുന്നതല്ല. രോഹിത്തിന് പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ലല്ലോ മോളെ. പക്ഷേ നിങ്ങളുടെ അങ്ങനെയല്ല. അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങൾക്കിപ്പോൾ ഇവിടെ നിങ്ങളുടെ ഓൾറെഡി നിങ്ങൾ പഠിക്കുന്ന കോളേജും സ്കൂളും ഒക്കെ കംഫർട്ടാണല്ലോ. അപ്പോൾ പിന്നെ അത് തന്നെ കണ്ടിന്യൂ ചെയ്തൂടെ? അതാ ചേച്ചി ചോദിക്കുന്നത്. ഇത് കേൾക്കുന്ന ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിർബന്ധിക്കണ്ട അലീന. അവരുടെ സിറ്റുവേഷൻ നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. നീ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഓക്കെയാണ്. നീ ഇപ്പോൾ സംസാരിക്കുന്നത് എനിക്ക് വേണ്ടിയിട്ടാണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. പക്ഷേ അതല്ലല്ലോ. അവർക്ക് ഒരു സമാധാനം എന്ന് പറയുന്നത് അവൾ കൊടുക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യാൻ കഴിയും? കൃഷ്ണമോൾ എന്തായാലും ഇവിടെ തന്നെ നിൽക്കട്ടെ. കൃഷ്ണമോളും അമ്മയും തമ്മിലേ വലിയ പ്രശ്നമൊന്നുമില്ല. കൃഷ്ണമോളെ അവൾക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ അറിയാം. കാരണം നിൻ്റെ ബാക്കിയാണല്ലോ കൃഷ്ണമോള് എന്ന് ബാലചന്ദ്രൻ പറയുകയാണ്. അച്ഛനും ഒക്കെ ആണെങ്കിൽ പിന്നെ ഞാൻ എന്ത് പറയാനാ? എന്നാൽ പിന്നെ ഇവളും അങ്ങ് പോയിട്ട് വരട്ടെ അച്ഛ. എന്തായാലും നീ പോകുന്നതിന് മുമ്പ് എൻ്റെ അടുത്തേക്കൊന്ന് വന്നേക്കണേ ബബിതേ. നിന്നോടെ കുറേ കാര്യങ്ങളൊക്കെ സംസാരിക്കാനുണ്ട്. പിന്നെ നിനക്ക് ഞാൻ താമസിക്കുന്ന സ്ഥലമൊക്കെ കാണിച്ചു തരണ്ടേ? നിനക്ക് അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കാണുമ്പോൾ തന്നെ നിനക്ക് വലിയൊരു അതിശയത്തോടു കൂടിയാണല്ലോ നീ എനിക്ക് റിപ്ലൈ തരാറ് എന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അതൊക്കെ അയക്കാം. നീ എന്തായാലും പോയി നിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായി ചെയ്യാൻ നോക്കുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അലീന അച്ഛന് കൊടുക്കാനുള്ള മെഡിസിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ബബിതയെ ഏൽപ്പിക്കുന്നുണ്ട്. ബബിതയോട് പറയുന്നുണ്ട്, കൃഷ്ണമോൾ വരുമ്പോൾ നീ പറയണം ചേച്ചി പോയെന്ന്. നിങ്ങളെ രണ്ടാളെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട് ഞാനൊരു ദിവസം വരാം. എൻ്റെ ഒപ്പം 2 ദിവസം നിങ്ങൾക്ക് അവിടെ നിൽക്കുകയും ചെയ്യാമല്ലോ. എന്തായാലും ഇപ്പം ഞാൻ പോട്ടെ. ചെന്നിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്ത് തീർക്കാനുണ്ട്. അതൊക്കെ കഴിഞ്ഞ് സ്വസ്ഥതയും സമാധാനത്തോടും കൂടി നിങ്ങളെ വന്ന് ഞാൻ കൂട്ടിക്കൊണ്ട് പോയിക്കോളാമെന്ന് അലീന ബബിതയോട് പറയുന്നുണ്ട്. 2 പേരും കെട്ടിപ്പിടിച്ചൊക്കെ നിൽക്കുകയാണ്. ബബിത ഇപ്പോൾ കരയാൻ പോവുകയാണ്. അപ്പോൾ ബബിതയോട് പറയുന്നുണ്ട്, ഇത് കൊള്ളാലോ, എപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്ന നീ തന്നെയാണോ ഇങ്ങനെ? എന്തിനിപ്പം ഇങ്ങനെ കരയുന്നേ? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ നിങ്ങൾക്ക് എന്തൊരാവശ്യം വരുമ്പോഴും നിങ്ങളുടെ ഈ ചേച്ചി കൂടെ ഉണ്ടായിരിക്കുമെന്ന്? എന്നിട്ടാണോ നീ കിടന്ന് കരയാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞ് ബബിതയെ സമാധാനിപ്പിക്കുകയാണ്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് ബബിതയും മനുവും വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അപ്പോൾ മനുവിനോട് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, അവളെ ബസ് കയറ്റി വിട്ടതിന് ശേഷം നീ ഇങ്ങ് പോരാൻ പാടുള്ളൂ. അതുകൂടാതെ അലീന, നീ അവിടെ എത്തുമ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞേക്കണേന്ന് പറയുന്നുണ്ട്. അപ്പോൾ അലീന പറയുന്നുണ്ട്, അത് ഞാൻ വിളിച്ച് പറഞ്ഞോളാം അച്ഛ. അച്ഛൻ എന്തായാലും ടെൻഷൻ അടിക്കാതെ കിടക്കാൻ നോക്ക്. അച്ഛന് അതാത് സമയത്തൊക്കെ മെഡിസിനൊക്കെ കഴിച്ചേക്കണം. ബബിതേ, നീയും അതൊക്കെ ഓർത്ത് ചെയ്തേക്കണം എന്ന് പറഞ്ഞുകൊണ്ട് 2 പേരും അവിടെ നിന്ന് ഇറങ്ങാണ്. അപ്പോൾ പോകുന്ന യാത്രയിൽ അലീനയ്ക്ക് തൻ്റെ പപ്പയുടെ കോൾ വരുന്നുണ്ട്. പപ്പ അലീനയോട് ചോദിക്കുകയാണ്, എന്തായി? മേനോൻ ഓക്കെ അല്ലേ? വീട്ടിലെത്തിയല്ലോ. നീ ഇന്ന് തന്നെ അവിടെ നിന്നും തിരിക്കുമെന്ന് പറഞ്ഞിട്ട് എന്തായി? ഞാൻ എപ്പോഴാണ് വരേണ്ടതെന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് അലീന പറയുന്നത്, പപ്പ ഞാൻ ഇവിടെ നിന്നും ജസ്റ്റ് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഒരു 5 മിനിറ്റ് ആയിട്ടേ ഉള്ളൂ. ഇവിടെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഞാൻ അവിടേക്കുള്ള ബസ്സിന് കയറാം. പപ്പ എന്നെ പിക്ക് ചെയ്യാനായിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് വന്നാൽ മതിയെന്ന് പറയുന്നുണ്ട്. ഇത് കേൾക്കുമ്പോഴേക്കും സ്റ്റാൻലി കിടന്ന് ചാടുകയാണ്. സ്റ്റാൻലി പറയുന്നുണ്ട്, ബസ്സിനോ? വേണ്ട വേണ്ട. ഇന്നത്തെ കാലത്ത് പെൺകുട്ടികൾക്ക് ബസ് യാത്രയൊക്കെ വളരെ ദോഷം ചെയ്യും, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാക്കും. ഒരുപാട് പ്രശ്നങ്ങൾ നമ്മൾ കേൾക്കുന്നതല്ലേ. നിന്നോട് ആരാ ബസ്സിനൊക്കെ വരാൻ പറഞ്ഞത്? എന്നെ ഇവിടെ നിന്ന് കൊണ്ടുവിടാനായിട്ട് പിന്നെ ആരാ ഉള്ളത് പപ്പ?
അച്ഛൻ വയ്യാതെ കിടക്കല്ലേ. അതിനിപ്പോൾ എന്താ, നീയേ ഒരു ഊബർ ബുക്ക് ചെയ്തിങ്ങ് വന്നാൽ മതി. ബസ് സ്റ്റോപ്പിലേക്ക് ആരാ നിന്നെ കൊണ്ടുവിടുന്നത്? അത് എന്നെ മനുവേട്ടനാ. അച്ഛനാണ് മനുവേട്ടനോട് പറഞ്ഞത്. ഓ, മനുവിനെ ഇവിടെ വരെ കൊണ്ടുവന്ന് ആക്കാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? അത് ഞാൻ മനുവേട്ടനോട് ചോദിച്ചില്ല. അല്ലെങ്കിൽ വേണ്ട, അല്ലെങ്കിലും ഇനി ചോദിക്കാനും പറയാനും അയാളെ ബുദ്ധിമുട്ടിക്കാനൊന്നും നിൽക്കണ്ട. നീയേ പാലായിൽ വന്നിട്ട് ഒരു ഊബർ വിളിച്ചിങ്ങ് പോര്. ഇവിടെ വന്നിട്ട് ഞാൻ കൊടുത്തോളാം ക്യാഷൊക്കെ. പെട്ടെന്ന് അങ്ങനെ ചെയ്യാൻ നോക്ക്. ഊബറിൽ കയറിയ ഉടനെ തന്നെ എന്നെ വിളിച്ചേക്കണേ. അപ്പോൾ അവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതും ഇവിടെ എത്തുന്നതുമായിട്ടുള്ള ടൈമിങ് എനിക്ക് കിട്ടും. പിന്നെ ഊബറിൽ കയറുമ്പോൾ തന്നെ അയാളുടെ ഡീറ്റെയിൽസ്, അയാളുടെ വണ്ടിയുടെ നമ്പറൊക്കെ എനിക്ക് വാട്സപ്പിൽ ഉടനെ തന്നെ അയച്ചിട്ടേക്കണം. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നീ മറക്കരുത് അലീന, കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കോള് കട്ട് ചെയ്യാണ്. സ്റ്റാൻലി കോള് കട്ട് ചെയ്യുന്ന സമയത്ത് അലീന മനുവിനോട് പറയുകയാണ്, മനുവേട്ട പപ്പ എന്ന് പറയുമ്പോഴേക്കും മനു പറയുന്നുണ്ട്, ഓ നിൻ്റെ പപ്പ പറഞ്ഞതൊന്നും ഇനി എന്നോട് വിശദീകരിക്കാൻ നിൽക്കണ്ട, എനിക്ക് ആ ഫോണിൽ നിന്ന് കേൾക്കാമായിരുന്നു. അത് പിന്നെ മനുവേട്ട പപ്പ വേറൊന്നും ഉദ്ദേശിച്ച്, ഓ മനസ്സിലായി, നിൻ്റെ പപ്പ വേറൊന്നും ഉദ്ദേശിച്ച് പറയുന്നതല്ല. നിൻ്റെ പപ്പയുടെ ക്യാരക്ടർ അങ്ങനെയാണ്. പപ്പയ്ക്ക് എല്ലാവരോടും സ്നേഹം മാത്രമേ ഉള്ളൂ, പക്ഷെ പുറത്ത് പ്രകടിപ്പിക്കാൻ അറിയില്ല. ഇതൊക്കെ അല്ലേ നീ പറയാൻ പോകുന്നത്? എൻ്റെ പൊന്നലീന, നീ നിൻ്റെ പപ്പയെ ഇങ്ങനെ വെള്ള പൂശുന്നത് മതിയാക്ക്. അവിടെ വന്ന് ഞാൻ കണ്ടതല്ലേ വീട്ടിൽ വരുന്ന ഒരാളോട് എങ്ങനെയാണ് നിൻ്റെ പപ്പ പെരുമാറുന്നതെന്ന്. എൻ്റെ പൊന്ന് മനുവേട്ട, പപ്പ ഞാൻ പറഞ്ഞതല്ലേ പപ്പയുടെ മനസ്സിൽ എന്താ ഉള്ളതെന്നൊക്കെ. പിന്നെ ഇങ്ങനെ പറയരുത് കേട്ടോ. ഇല്ലടി, നീ എന്തായാലും ഇറങ്ങാൻ നോക്ക്, നമ്മളെ സ്ഥലം എത്തി എന്ന് പറഞ്ഞുകൊണ്ട് മനു സൈഡ് ഒതുക്കി വണ്ടി നിർത്താണ്. എന്നിട്ട് മനു ചെന്ന് ഒരു ഊബർ നോക്കുന്നുണ്ട്. ഊബർകാരനോട് കാര്യങ്ങളൊക്കെ സംസാരിച്ച് അലീനയെ എവിടെയാണ് ഇറക്കി കൊടുക്കേണ്ടതെന്നും അവിടെ ചെന്നതിന് ശേഷം അവിടെ ചെന്നിട്ടേ പേയ്മെൻറ്റ് ചെയ്യുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അലീന ഊബറിൽ കയറുകയാണ്. മനുവിനോട് യാത്രയൊക്കെ പറയുന്നുണ്ട്. മനുവേട്ടനോട് ചെന്നിട്ട് വിളിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അവൾ യാത്ര തിരിക്കുകയാണ്. യാത്രയ്ക്കിടയ്ക്ക് അലീന തൻ്റെ പപ്പയെ വിളിക്കാൻ മറന്നിട്ടില്ലായിരുന്നു. പപ്പയെ വിളിച്ച് അലീന പറയുന്നുണ്ട്, പപ്പ ഞാനിവിടെ പാലയിൽ നിന്നും ഊബറിൽ യാത്ര തിരിച്ചിട്ടുണ്ട്. പിന്നെ പപ്പ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ വാട്സപ്പിൽ അയച്ചിട്ടുണ്ടെന്ന് പറയുമ്പോൾ സ്റ്റാൻലി ഓക്കെ സേഫായിട്ട് പെട്ടെന്ന് എത്താൻ നോക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാൻലി കോള് കട്ട് ചെയ്യാണ്. അലീന അങ്ങനെ തൻ്റെ ദൗത്യവുമായി അടുത്ത യാത്ര തിരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തന്നെ നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. നിങ്ങൾക്ക് ഈ ചാനലും വീഡിയോസും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഹൈപ്പ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുതേ. പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ശുഭരാത്രി നേരുന്നു.